ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിടിലം ലോൺ അസിസ്റ്റൻറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ലോൺ അസിസ്റ്റൻറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം. അതായത് നമുക്കിപ്പോൾ ഒരു അറിയാൻ പറ്റാത്ത കാര്യം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അതിൽ എത്രമാത്രം നമ്മൾ വിജയിക്കുമെന്ന് നമുക്കറിയില്ല. ഓക്കെ, പക്ഷേ ഇതറിയാനുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ബോധ്യമുള്ള ഒരു എക്സ്പേർട്ടുമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അദ്ദേഹം വഴി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ പോരായ്മകളും അല്ലെങ്കിൽ ഇതെങ്ങനെ വിജയിക്കുമോ ഇല്ലയെന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അപ്പോൾ അതാണ് ലോൺ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം എൻ്റെ അറിവിൽ തന്നെ 10, 100, 125ഓളം NBFCസും അതുപോലെ തന്നെ ബാങ്കുകളും 125 അതിൽ കൂടുതൽ തന്നെ ഉണ്ട്. അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏകദേശം 125ഓളം NBFCസും ബാങ്കുകളുമാണ്. ഈ ഓരോ ബാങ്കിനും ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്. ചില ബാങ്കിന് സാലറി സ്ലിപ്പ് വേണം, ചിലർക്ക് വേണ്ട, ചിലർക്ക് HR ലെറ്റർ വേണം, ചിലർക്ക് നമ്മുടെ കമ്പനി വർക്കിംഗ് മെയിൽ വേണം, അതിലേക്ക് കൺഫർമേഷൻ അയക്കും. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ചില ആൾക്കാർ നെഗറ്റീവ് ഏരിയാസ്, ഇപ്പം മൂന്നാറിൻ്റെയും തിരുവനന്തപുരം ബോർഡർ, കൊല്ലം ബോർഡർ ഇങ്ങനെയുള്ള ബോർഡറിൽ ചില ബാങ്കുകളും NBFCയും ചെയ്യില്ല, എന്നാൽ മറ്റു ചിലർ ചെയ്യും. ചില പിൻകോഡിൽ ചില ആൾക്കാർ അല്ലെങ്കിൽ NBFCസും ബാങ്കും ചെയ്യില്ല. അല്ലെങ്കിൽ 12 രൂപ സാലറിയിൽ ഒരു ബാങ്ക് ചെയ്യുമെങ്കിൽ വേറൊരു ബാങ്ക് ചെയ്യുന്ന 15 രൂപയായിരിക്കും. ചില NBFCs ചെയ്യുന്ന 20,000 രൂപ സാലറി ആയിരിക്കും. ചില ബാങ്കിന് 600 സിബിൽ സ്കോർ മതി, എന്നാൽ മറ്റ് ചില ബാങ്കുകൾക്ക് 700, 725 സിബിൽ സ്കോർ വേണം. പിന്നെ ഒബ്ലിഗേഷനുള്ള ഫയൽസുകൾ ചില ബാങ്കുകൾ ചെയ്യില്ല. ഒബ്ലിഗേഷൻസ് എന്ന് വെച്ചാൽ ബാധ്യത. നമ്മളിപ്പോൾ ഒരു 20,000 രൂപ സാലറി ഉള്ള ആളാണെങ്കിൽ ഒരുപാട് ലോൺസുകളും കാർ ലോൺ അങ്ങനെയുള്ള ഒരുപാട് ലോൺസ് ഉണ്ടെങ്കിൽ മറ്റൊരു ബാങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ലോൺ നമുക്ക് നല്ല സിബിൽ ഉണ്ടെങ്കിലും അത് റിജക്റ്റ് ആയി പോകും. കാരണം ഒബ്ലിഗേഷൻ ബാധ്യത കൂടുതലാണെന്ന് പറഞ്ഞ് റിജക്റ്റ് ആവും. എന്നാൽ ഈ ഒബ്ലിഗേഷൻ വരുന്ന ഫയൽസുകളും ചെയ്യുന്ന ഒരുപാട് ബാങ്ക്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കോമൺ മാനിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. നമ്മുടെ സാലറി സ്ലിപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ഒരു ബാങ്കിൽ കൊടുക്കുന്നു. റിജക്റ്റ് ആയാൽ കിട്ടിയാൽ കിട്ടി, റിജക്റ്റ് ആയാൽ പോയി. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു വ്യക്തമായ പ്ലാനിങ്ങോടെ അല്ല ലോൺസ് ഒന്നും ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എനിക്ക് തോന്നുന്നു ഒരു 50% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ആ ബാങ്കിൻ്റെ ഒരു എലിജിബിലിറ്റിയെക്കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യാതെ നമ്മുടെ ഫയൽസുകൾ കൊണ്ട് കൊടുക്കുന്നു, അവർ ചെക്ക് ചെയ്യുന്നു, നമ്മുടെ സിബിൽ സ്കോറിൽ അത് എൻക്വയറി കാണിക്കുന്നുണ്ട്, അത് ലോസ്റ്റ് ആകും, യാതൊരു ഉപയോഗവുമില്ല. ബാങ്കുകാർക്കാണെങ്കിൽ അത് ലാഭം, കാരണം അത് ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സിന് ചിലപ്പോൾ ആ മാസം കുറേ ഫയലുകൾ കയറ്റണമായിരിക്കും ബാങ്കിൽ, അവരുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. അത് കയറ്റിക്കഴിഞ്ഞ് അത് റിജക്റ്റ് ആയാലും അക്സെപ്റ്റ് ആയാലും അവർക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ലോൺ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 99% നിങ്ങൾക്ക് ലോൺ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ലോൺ അസിസ്റ്റൻ്റ് ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏകദേശം 30+ ടോപ്പ് ബാങ്കേഴ്സും NBFCസും ഉണ്ട്. നിങ്ങൾക്ക് 12,000 രൂപ സാലറി മുതൽ നിങ്ങൾക്കിതിൽ നിന്ന് ലോൺ ചെയ്യാം. സാലറി ഇല്ലാത്തവർക്കും കിട്ടും, അത് ആ ഒരു ബേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത് ഞാനിപ്പോൾ പറയുന്നത് സാലറി ഉള്ളവർക്ക്. കാരണം 12ഉം 13ഉം 14ഉം സാലറി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഏത് ബാങ്ക് ചെയ്യും, ഏത് ബാങ്ക് ചെയ്യില്ല, ഏത് NBFC കിട്ടും. ചിലപ്പോൾ ഈ 15,000 ആൾക്ക് 2-3 ലോൺ കാണും, അപ്പോൾ മറ്റു ബാങ്കിൽ അപ്ലൈ ചെയ്താലും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് എല്ലായിടത്തും പൊതുജനം പലവിധം എന്നാണല്ലോ, എല്ലായിടത്തും ചോദിച്ച് ആകെക്കോളമായി ലോഗിൻ ചെയ്ത് സിവിലും പോയി എൻക്വയറീസും പോയി, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 99% അപ്രൂവൽ റേറ്റ് വരുന്ന ഒരു കിടിലം ലോൺ അസിസ്റ്റൻ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യുക. ഒരു 625 സിബിൽ സ്കോർ ഉള്ളവർക്കെല്ലാം ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു ലാസ്റ്റ് 3 മാസമെങ്കിലും EMI ഡ്യൂ അല്ലെങ്കിൽ മറ്റ് ചെക്ക് ബൗൺസോ ഒന്നും ഇല്ലാത്തവരായിരിക്കണം നിങ്ങളിതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നിങ്ങൾ മറ്റ് ബാങ്കിൽ പോകുമ്പോൾ അറിയാം, അവർ ചോദിക്കും ലാസ്റ്റ് 1 ഇയറിൽ ട്രാക്കെല്ലാം പക്കയായിരിക്കണം, ലാസ്റ്റ് 6 മാസത്തെ ട്രാക്കെല്ലാം പക്കയായിരിക്കണം. പക്ഷേ ഇവിടെ ഒരു 3 മാസമെങ്കിലും നമ്മൾ ക്ലിയർ ആയിരിക്കണം നമ്മളുടെ ട്രാക്ക്. 625 സിബിൽ സ്കോർ അവർ പറയുന്നത് 600 നമ്മൾ 25 കയറ്റി പറഞ്ഞാണ്. അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ബാങ്കേഴ്സ് ഇന്ന് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഓരോ ദിവസവും ഓരോ NBFC ഇങ്ങനെ ഉദയം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാം പ്രത്യേക എലിജിബിലിറ്റിയാണ് ഉള്ളത്. നമുക്കറിയാം റാം ഫിൻകോപ്പ്, അതുപോലെ തന്നെ നമ്മുടെ റാപ്പിഡ് റുപ്പി, ഇങ്ങനെയുള്ള ഫിനാൻസൊക്കെ ഒരു പെട്ടെന്നൊരു സമയത്ത് കയറി വന്ന ഒരു ഫിനാൻസാണ്. സിബിൽ ഇല്ലാത്തവർക്കും അവർ ലോൺ കൊടുക്കും.
അപ്പോൾ ഇവർക്ക് ഏത് ഇൻകം ഡോക്യുമെൻ്റ് ആയാലും ഇവർ അക്സെപ്റ്റ് ചെയ്യും. സാലറി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, മീൻസ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ആയിക്കോട്ടെ, HR ലെറ്റർ ആയിക്കോട്ടെ. ചില ബാങ്കുകളിൽ നിന്ന് സാലറി സ്ലിപ്പ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അവർ HR ലെറ്റർ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് സാലറി ഇൻകത്തിൻ്റെ എന്ത് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തോളും. ഇവർ ക്ലിയർ ആയിട്ട് അവർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ഇവർ തരുന്നത് ഒരു പേഴ്സണലൈസ്ഡ് ലോൺ റെക്കമെൻഡേഷനാണ്. ഓക്കെ, അതായത് ക്ലിയറായിട്ട് അവർക്ക് ബോധ്യമുള്ള നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അവർക്കറിയാം ഈ ഫയൽ ഇന്ന സ്ഥലത്തെ അത് കയറുകയുള്ളൂ, ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ഇവർ തരും. ആ റെക്കമെൻഡേഷൻ വഴി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സക്സസ് റേറ്റ് 99.99% തന്നെ ആയിരിക്കും. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ഐഡി കൊടുക്കുക. ഇത് സിമ്പിളാണ്, ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആ സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിവിടെ മൾട്ടി ബ്രാൻഡ് ഓപ്ഷൻസ്, ഇത് നമ്മൾ മുമ്പ് ചെയ്ത സെറ്റല്ല, അതിൻ്റെ അസിസ്റ്റൻ്റാണ് ഇവിടെ ചെയ്യുന്നത്. അസിസ്റ്റൻസാണ് ഇവിടെ നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് ബിയുടെ പേഴ്സണൽ ലോൺസ്, അതായത് ഹൈ വാല്യൂ കസ്റ്റമേഴ്സിൻ്റെയും ലോ വാല്യൂ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. 100% താഴെ തന്നെ കാണാം. 100% നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീസിൽ ഓഫർ കിട്ടും. DSA 100 എന്ന് കൊടുത്താൽ മതി. ഇവിടെ അതിൻ്റെ താഴെ തന്നെ വ്യൂ ഓൾ ഡീറ്റെയിൽസ് ആൻഡ് ബെനിഫിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുക. ലോൺ എമൗണ്ട്, ഇൻട്രസ്റ്റ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ റിംഗ് പവർ ലോൺ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, 20,000 മുതൽ 5 ലക്ഷം വരെ കിട്ടും. ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒലിവ്, ക്രെഡിറ്റ് സി പേഴ്സണൽ, HDFC ബാങ്ക്, ഇൻസ്റ്റാ മണി, ഫൈബ്, യൂണിറ്റി സ്മോൾ ഫിനാൻസ്, ആദിത്യ ബിർള, ക്രെഡിറ്റ് ബി ഹൈ വാല്യൂ കസ്റ്റമേഴ്സ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, അങ്ങനെ ഒരുപാട് അസിസ്റ്റൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതൽ ആൾക്കാർക്കും സിബിൽ ഇഷ്യൂ ഉള്ളതാണ്. അപ്പോൾ എന്താ പറയുക, അല്ലാതെ ഒരുപാട് പേര് പുറത്തും ഇങ്ങനെ ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഓരോ ബാങ്കിലും ചിലപ്പോൾ ICICI ബാങ്കിലോ HDFC ബാങ്കിലോ ഒക്കെ നിങ്ങൾ സാലറി ചെയ്യുന്ന സമയത്ത്, മീൻസ് പേഴ്സണൽ ലോൺ ചെയ്യുന്ന സമയത്ത് 25-30 സാലറി വേണം. പക്ഷേ അതൊന്നും നമുക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ആരെങ്കിലും മാനേജർ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ പറയുക പോലുമില്ല ഇങ്ങനെ സാലറി സ്ലിപ്പ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ. അവർ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് റിജക്റ്റ് ആയെന്ന് വിളിച്ച് പറയും. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് 15,000 രൂപയെ സാലറി കാണുള്ളൂ. അപ്പോൾ ഇന്ന ബാങ്കിൽ തന്നെ ചെയ്യണമെന്ന് അവർ പറയില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർ പറയും. പക്ഷേ ഇവരിങ്ങനെ പോയി ലോഗിൻ ചെയ്ത് അത് എൻക്വയറിയിൽ വന്ന് സിബിലും പോവും, ആകെ ഇഷ്യൂസും ആവും. അപ്പോൾ ഇന്ന ബാങ്കിൽ ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണല്ലോ, നമുക്കൊരു അപ്രൂവൽ റേറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു കാത്തിരിക്കാം അതിൻ്റെ റീസൺ വരുന്നവരെ, ഓക്കെ, റിസൾട്ട് വരുന്നവരെ. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തമാണ് ഈ ഒരു ആപ്പിന് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ലോൺ അസിസ്റ്റൻസിന് ഉള്ളത്. ഓക്കെ, പൊതുവേ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട് അന്വേഷിച്ച് നടക്കുന്നു, ജോലിയും മറ്റ് മാറ്റി വെച്ച് നമ്മൾ വീട് അന്വേഷിച്ച് വെയിലത്ത് ഓടി നടക്കുന്നു. ഓക്കെ, ചിലപ്പോൾ 1-2 വീട് കിട്ടും, അവിടെ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ഒന്നും അവിടെ കാണില്ല. പക്ഷേ ഇത് നമ്മൾ നേരെ തിരിച്ചൊരു ബ്രോക്കറിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ബ്രോക്കർ ഫീസ് കൊടുക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് കാണും, മനസ്സിലായല്ലോ, അവരുടെ ഫീൽഡ് അതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വീട് ചിലപ്പോൾ ഒരു 10 കാണിക്കുമ്പോൾ ഒരെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള ലോൺസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ലോൺ അസിസ്റ്റൻസ് വഴി നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് എളുപ്പവും നിങ്ങളുടെ സക്സസ് റേറ്റും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതുപോലെ തന്നെ സിബിൽ കുറഞ്ഞ ലോൺ ആപ്ലിക്കേഷൻസ് ഏതാണ്, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ വരുന്ന ആൾക്കാർക്ക്, നെഗറ്റീവ് ഇഷ്യൂ വരുന്ന ആൾക്കാർക്ക്, അപ്പോൾ ഒരുപാട് ലോൺ ആപ്പ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. അപ്പോൾ ഒരുപാട് ബാങ്കുകൾ ഇനിയിപ്പോൾ അവരുടെ ഡിസ്കൗണ്ട്, കാരണം ഇപ്പം ബാങ്കിലൊന്നും അധികം അപ്രൂവൽ റേറ്റ് ഇല്ല ഈ ഒരു കൊറോണയ്ക്ക് ശേഷം, സിബിലൊക്കെ പോയതുകൊണ്ട്. അപ്പോൾ അവർ ബാങ്കിലേക്ക് ഡിസ്കഷൻ നടക്കുകയാണ് എല്ലാ ബാങ്കിലും. അപ്പോൾ ഇനി വരും സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ചില കൺസെഷനൊക്കെ ലഭിക്കുമായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.